ഒരു സർപ്രൈസ് ഉണ്ട്. എന്തായിരിക്കും അത്? ഹലോ, പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കണിക്കുട്ടിക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഞാൻ മൈക്ക് എടുത്തിട്ടില്ല, അതുകൊണ്ട് സൗണ്ടൊക്കെ ഭയങ്കര പുറത്തുനിന്നുള്ളതൊക്കെ നല്ലോണം കേൾക്കും കേട്ടോ. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണനല്ലൂർ പോയി വാങ്ങി, കണി 3:45 വരുന്നത്. അപ്പോഴത്തേക്ക് വാങ്ങി സെറ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നു. പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. അപ്പോൾ എന്തായാലും എന്താന്ന് വഴിയെ കാണിച്ചു തരാം. വെയിറ്റ് ഉണ്ട്, നല്ല നമ്മൾ കടയാട്ടൊക്കെ ഇരിക്കുന്നതല്ലേ. അപ്പൊ നിങ്ങൾ കൊണ്ടുപോയിട്ട് രണ്ടിനും നമ്മളെ മേളിൽ കുതിര. ഞാൻ ഇന്നാള് വന്നായിരുന്നു ഇവിടെ. ഞാനിപ്പോൾ ഇത് വാങ്ങിയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. കനി എന്തായാലും ഹാപ്പി ആകുമായിരിക്കും, കാരണം പിള്ളേർക്ക് ഇതൊക്കെ ഇഷ്ടമാണല്ലോ. പിന്നെ കനിക്ക് ഈ സർപ്രൈസുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചില്ലറ പരിപാടികളൊക്കെ സർപ്രൈസ് ചെയ്യാറുണ്ട്. ഞാനെടുത്ത് വെളിയിൽ വെച്ചേക്കാണ്. വെളിയിൽ ഞാനിതൊരു ബൈൻഡല്ലല്ലോ ഇതിൻ്റെ പേര്, ഒരു സാധനത്തിൻ്റെ മണ്ട ഇട്ട് വെച്ചേക്കും. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങാനും സൈസ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നാൽ മതി, പക്ഷേ മണ്ണ് പറ്റിക്കരുതെന്ന് പറഞ്ഞിരുന്നു, ചെളിയിലൊന്നും ഒട്ടിക്കാതെ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒന്ന് സേഫാക്കി വെച്ചേക്കും. അവൾ നോക്കട്ടെ. പിന്നെ ഇത് എന്താണ് ഹാൻഡിലുണ്ടല്ലോ, അവിടെയും സീറ്റും ഒക്കെ പൊക്കാൻ പറ്റും, കുറച്ചുകൂടെയൊക്കെ ഹൈറ്റ് ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നോക്കട്ടെ. പിന്നെ ഈ വീഡിയോ എടുക്കുമ്പോൾ അതൊന്ന് എടുത്തു പറയും, എനിക്ക് അത് തന്നെ ഒരു കാണുമ്പോൾ ഒരുമാതിരി തോന്നും. തുണി കഴുകിയിട്ടേക്കോട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിപ്പോൾ പണി നടക്കുവാണ്. പണി മീൻസ് വീടിനകത്തുള്ള കുറച്ച് ചെറിയ, നമ്മൾ പണ്ടത്തെ വീടുകളിലൊക്കെ നമുക്കുള്ളതാണല്ലോ ഈ ഭിത്തിയലമാര. അപ്പം ഇവിടെ ഒരു 2 റൂമിൽ ഭിത്തിയലമാരുണ്ട്. പക്ഷെ അത് ഒരു റൂമിൽ എടുക്കുന്നില്ല, പക്ഷെ ഞങ്ങളുടെ റൂമിൽ എടുക്കുന്നത്. എനിക്കാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടാനൊരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇവിടെ പൊതുവെ. ഓരോന്ന് അവിടെ അങ്ങനെയൊക്കെ ഇരിക്കുന്നത് കാരണം. അപ്പോൾ ഒരു സൈഡിലിരിക്കുന്ന ഫുള്ള് ഞാൻ ഇന്ന് പപ്പയാണ് ഇന്ന് വീട്ടിലെ പണിക്കാർ. അപ്പോൾ അത് ഇടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ മണ്ണും പൊടിയും ഒക്കെ ആയിട്ട്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ കിണർ പണി ഇനിയും ചില്ലറ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില്ലറ പണികളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അത് ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അകത്ത് ഇപ്പോൾ മണി കിടക്കുന്ന കാരണം എൻ്റെ റൂമിലെ സാധനങ്ങളൊക്കെ എടുത്ത് വെളിയിൽ വെച്ചേക്കുന്ന, പുറത്ത് അവിടുന്ന് കൊണ്ട് അതിനകത്ത് നിന്ന് പൊട്ടിച്ചിടുന്ന മണ്ണും പൊടിയും ഒക്കെ എടുത്ത് വെളിയിൽ ഇങ്ങനെ ഇട്ട്, അതിൻ്റെ മൊത്തത്തിൽ പൊടി മയം വൃത്തികെട്ട ഒരു ചുറ്റുപാടിൽ നിൽക്കുവാണ്. അതാണ്ട് പൊടിച്ചൊക്കെ റൂമിനകത്ത് നിർത്തിയിട്ടേക്കുക. ഇനി കുറേ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്, കുറേശ്ശെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കനിയെ വിളിക്കാൻ പോകാൻ സമയമായി കേട്ടോ. ഞാനൊരു മൈക്കും കൂടെ എടുത്തുകൊണ്ട് പോവും, എന്നിട്ട് കനിക്കും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ പിന്നെ അവളുടെ എക്സൈറ്റ്മെൻറ്റ് ഒക്കെ നല്ലോണം കാണാൻ പറ്റും. ഓക്കോ പറഞ്ഞു, എന്തോ പറഞ്ഞേ? ഹലോ. അതല്ല, എന്തോ പറഞ്ഞോണ്ടൊന്ന് എന്തോ വരുന്നു എനിക്ക് എന്റെ സ്കൂളിലോ ഫ്ലവർ ഭാവയാമ്മയ്ക്ക് കൊടുത്തു. ഭാവയാമ്മ തിരിച്ച് ഭാവയാമ്മയുടെ ഫ്ലവർ തന്നു. ഞാൻ ലഞ്ച് കഴിക്കണ സ്ഥലത്താണ് വെച്ചത്, പിന്നെ കാണാനില്ലോ. അയ്യോ, മിസ്സിന് കൊടുത്തില്ലേ അപ്പൊ ഫ്ലവർ? മിസ്സിനല്ല, കുട്ടികൾക്ക് ഷെയർ ആക്കി കൊടുക്കണം. ഓ, കുട്ടികൾക്കായിരുന്നോ? പിന്നെ ഇയാള് പറഞ്ഞു മിസ്സിനാ കൊടുക്കണ്ടുള്ളേന്ന്. ഇയാള് പിന്നെ പറഞ്ഞതോ മിസ്സിനാ കൊടുക്കണ്ടുള്ളേന്ന്. എനിക്ക് അറിഞ്ഞൂടായിരുന്നു മിസ്സിനാണോ എനിക്കാണോ. ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? സൂപ്പർ ആയിരുന്നു. പറഞ്ഞോ ഇന്ന്? പറഞ്ഞില്ല. ഫ്രണ്ട്സ് എന്തോ പറഞ്ഞു? എന്തോ പറഞ്ഞു? ഭാവയമ്മ നമ്മൾ താരേന്ന് കളിക്കാൻ നേരത്ത് അവിടെ കൊറേ ആൻസ് വന്ന് കൊറേ ഉറുമ്പോ. അതൊന്ന് എന്റേതാ ഈ കാലിൽ
ഒതുക്കി വണ്ടി വരുന്നു വന്ന് കടിച്ചു അങ്ങോട്ട് പോണ വണ്ടിയായിരുന്നു. കടിച്ചു അങ്ങനെ എനിക്ക് വേനച്ച് കനിയുടെ സ്കൂളില് കഥ പറച്ചിലുകളൊക്കെ ഇങ്ങനെ നമ്മൾ വരുന്ന അതിനകത്തൊന്നും കൈയിടരുത്. ഇങ്ങോട്ട് വാ. അവിടെ അതിലെന്തോ എന്തോ എനിക്കറിഞ്ഞൂടാ. ആ പാമ്പ് ഇങ്ങനെ സ്കൂള് വിട്ട് വരുന്ന വഴിയിലായിരിക്കും കേട്ടോ കനി കഥ പറയുന്നത്. ഫുള്ള് അന്നത്തെ ദിവസത്തെ കാര്യം മൊത്തം അവള് വീടെത്തുന്നതിന് മുമ്പേ പറഞ്ഞു തീർക്കും. വരുന്ന വഴിയിൽ ഫുള്ള് ഇങ്ങനെ ഇന്ന് അത് നടന്ന് ഇന്ന് എന്നെ അടിച്ച് എന്നെ പിടിച്ച് തൂങ്ങി എല്ലാ കഥയും വീടെത്തുന്നതിന് മുമ്പേ പറഞ്ഞു തീർക്കും. അതുപോലെ തന്നെ ട്യൂഷൻ ഇപ്പോൾ പോകുന്ന ടൈമിലും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാം ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി ചെരുപ്പിട്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷെ നല്ല ശീലമല്ലേ. ഞാൻ ചോദിക്കും, ഞാൻ എല്ലാ കാര്യവും വരുന്നുണ്ടേ ചോദിക്കും. എന്താ സന്തോഷം? അതിനകത്ത് കൈയെടുക്ക്, സൗണ്ട് കേൾക്കും. ആണോ? ലവ് യു ടു. കനി കാര്യം കനിക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്തായിരിക്കും അത്? എന്തായിരിക്കും? ഒന്ന് ഗസ് ചെയ്യ്. എന്തായിരിക്കും? ചോക്ലേറ്റോ? പിന്നെ വേറെ ചോക്ലേറ്റ് അല്ല. അതുമല്ല. ബിരിയാണി. ആ ബിരിയാണി ഉണ്ട്. വേറെ ആയിരുന്നോ? പിന്നെ കേക്ക് അല്ല. പിന്നെ പാവ അല്ല. ഡ്രസ് അല്ല. മാല അല്ല. പുതിയ ബാഗ് അല്ല. അത് വാട്ടർ ബോട്ടിലോ? അല്ല. ലഞ്ചോ? അല്ല. പിന്നെ സ്കൂൾ ബുക്കോ? അതൊന്നല്ല. പിന്നെ പക്ഷെ കണ്ണടയ്ക്കണം. നമ്മൾ ആ വഴി എത്തുമ്പോൾ കണ്ണടയ്ക്കണം. കണ്ണടച്ചുകൊണ്ട് വേണം നടന്നു പോകാൻ. നിക്ക് കണ്ണടയ്ക്കാം. കൊക്കോ ഒന്നും അല്ല. കൊക്കോ ഒരെണ്ണം നമുക്കുണ്ടല്ലോ. കണ്ണടയ്ക്കണേ. തുറക്കല്ലേ. തുറന്നു കഴിഞ്ഞാൽ പിന്നെ സർപ്രൈസ് പോവും. ID കാർഡ് കിടക്കുന്നത്. കണ്ണ് തുറക്കരുത്. തുറക്കരുത്. പൊക്കോ. നടന്നോ, ഫ്രണ്ടിലോട്ട് നടന്നോ, കുഴപ്പമൊന്നുമില്ല. പപ്പ ഗേറ്റ് ഒന്ന് തുറന്നു കൊടുക്കണേ. തുറക്കല്ലേ, കണ്ണു തുറക്കല്ലേ. ഗേറ്റ് ഒന്ന് തുറക്കണേ. അപ്പ കണ്ണു തുറക്കരുത്. അത് മാറ്റി കൊടുപ്പ. തുറക്കരുത്. കണ്ണടച്ചേക്കാണോ? അതെടുത്തോ. ഇത് കറക്റ്റ് അല്ലേ പപ്പ? സൈസ് ഇത് കറക്റ്റ് സൈസ് അല്ലേ? പൊക്കോ ചവിട്ടിപ്പോ. അങ്ങനെ ചവിട്ടിയാലേ വണ്ടി പോകത്തുള്ളൂ. നേരെ വെക്കണം. ഹാൻഡിൽ ചരിക്കരുത്. നേരെ അങ്ങനെ പോട്ടെ. അങ്ങനെ പൊക്കോ. ചവിട്ടണം. ഫ്രണ്ടിലോട്ട് ചവിട്ടണം. ഇതിങ്ങനെ കണ്ടോ? സ്പീഡിലൊന്നും അല്ല. പിന്നീട് സൈഡിൽ നേരെ അങ്ങനെ സൈഡിലോട്ട് പോകുമ്പോൾ നമ്മൾ നേരെ ആക്കി കൊടുക്കണം കേട്ടാ. കുഴപ്പമില്ല. പോട്ടെ. അങ്ങനെ തന്നെ പൊക്കോ. ഹാപ്പിയാണോ? എനിക്ക് മോളിങ്ങനെ പോകുന്നതൊക്കെ കാണുമ്പോൾ കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻ്റെ കൊച്ചു ഇത്രയും വളർന്നോ അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു വണ്ടി. പോട്ടെ അങ്ങനെ തന്നെ പൊക്കോ. ഇങ്ങനെ ഓടിച്ച് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ വിയർത്ത് കേട്ടോ. സൈക്കിളിൻ്റെ പുറകെ ഓടി. എനിക്കൊരു എക്സസൈസ് ആവുമെന്ന് തോന്നുന്നു. എന്താ പറ്റി? ഏത് ചെരുപ്പ്? അത് ഇട്ടാരേ കാലില്? എനിക്ക് പറഞ്ഞു വന്നത് ഞാൻ ഭയങ്കര എന്തോ ഒരു ഫീൽ. അത് അമ്മമാർക്ക് ചിലപ്പം മനസ്സിലാവും ഞാൻ പറയുന്നത് എന്താന്ന്. എങ്ങനെ സൗണ്ട്? അയ്യോ, അത് ഇളവിപ്പോയി.
അതിനകത്ത് കയറ്റിക്കും. ഡിങ് ഡിങ് വണ്ടി പോട്ടെ റിങ് ഡിങ് വണ്ടി പോട്ടെ ഡിങ് ഡിങ് വിട്ടമ്മ ആ വിട്ടാ വിട്ട് വിട്ട്. ഗോ സൈഡ് സൈഡ് അവള് ഓക്കെ ആയി കേട്ടോ. ഈ സൈക്കിൾ ഇഷ്ടപ്പെട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.